നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലഹരി മാഫിയയുടെ വേരറുക്കാൻ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും കർശനമായി തടയും. സ്കൂൾ പരിസരങ്ങളിൽ പുകയില കച്ചവടം അനുവദിക്കില്ല. റോഡ് അപകടം നിയന്ത്രിക്കാനും പദ്ധതി. പോലീസിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് സ്റ്റേഷനുകൾ ജനസേവന കേന്ദ്രങ്ങളാക്കും. SHO സംവിധാനം മാറ്റണോ എന്ന് പഠിക്കാൻ സമിതി. പുതിയ മദ്യനയം രൂപീകരിക്കാൻ UDF സർക്കാർ. തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം പ്രാഥമിക ചർച്ച നടത്തും. എലപ്പുള്ളി മദ്യനിർമ്മാണശാലയുടെ അനുമതി റദ്ദാക്കാൻ ആലോചന. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയും മന്ത്രിസഭായോഗത്തിൽ ചർച്ചയ്ക്ക്. സംസ്ഥാനത്ത് പവർ കട്ടല്ല പവർ ഫെയിലിയർ എന്ന വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിൽ. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ സന്ദർശനത്തിൽ ഇന്ത്യ-US വ്യാപാര കരാർ, പശ്ചിമേഷ്യൻ സംഘർഷം അടക്കമുള്ളവ ചർച്ച. ക്വാഡ് വിദേശകാര്യ മന്ത്രിതല ചർച്ചയിലും പങ്കെടുക്കും. മുഖ്യമന്ത്രിയായതിനു ശേഷം VD സതീശൻ ഡൽഹിയിൽ. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വസതിയിലെത്തി കണ്ടു. ഖർഗെയും KC വേണുഗോപാലുമായും ചർച്ച. ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച. 12 കോടിയുടെ വിഷുബമ്പർ VB 13, 54, 52 എന്ന ടിക്കറ്റിന് ഭാഗ്യശാലി കരുനാഗപ്പള്ളി സ്വദേശി പൊന്നൻ. രണ്ടാം സമ്മാനം 1 കോടി വീതം 6 പേർക്ക്. തൃശൂർ നഗരത്തെ വിറപ്പിച്ചിടഞ്ഞ ആനയുടെ പരാക്രമം. കൊല്ലത്ത് നിന്ന് ഉത്സവത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ നിരവധി വാഹനങ്ങളും മതിലുകളും തകർത്തു. ആക്രമിച്ച കാറിൽ നിന്ന് യുവതി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ആനയെ തളച്ചു. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ പോലീസ് തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് മന്ത്രി രമേശ് ചെന്നിത്തല. സ്കൂൾ തുറക്കുന്ന ജൂൺ 1 മുതൽ പദ്ധതി നടപ്പാക്കും. പോലീസ് സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് CIമാരെ മാറ്റുന്നതിൽ ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ 5-അംഗ സംഘം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനനുസരിച്ച് മാറ്റം വരുത്തുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളിലും സേനയിലും സമൂല മാറ്റം നടപ്പാക്കാനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ തീരുമാനം. പോലീസ് ആസ്ഥാനത്ത് നടന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി സ്കൂൾ തുറക്കുന്ന ജൂൺ 1 മുതൽ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിൻ്റെ പ്രചരണം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമുള്ള കുട്ടികളെയാണ് അവരെ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ ദ നാർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് ഒരു വിവരവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി ഉണ്ടാകും. പ്രധാനമായും ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളായാണ് മുൻതൂക്കം നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർ, മയക്കുമരുന്നിൻ്റെ സോഴ്സ്, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെയെല്ലാം കേരള പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ഒരു വൻ വിജയമാക്കാൻ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. സ്റ്റേഷൻ ചുമതലയിൽ നിന്നും CIമാരെ മാറ്റി SIമാർക്ക് നൽകിയ തീരുമാനം പരാജയമായിരുന്നുവെന്നും ഇത് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സമിതിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു.
സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിലും സൈബർ ക്രൈമിലും ശക്തമായ നടപടി സ്വീകരിക്കും. പോലീസ് സ്റ്റേഷനുകളെ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളാക്കുമെന്നും പോലീസ് ട്രെയിനിംഗ് സിലബസ് പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിലെ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയതായും മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. രാവിലെ നടന്ന യോഗത്തിൽ SP-മാർക്ക് മുകളിലേക്കുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സർക്കാരിൻ്റെ പോലീസ് നയം മന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UDF സർക്കാർ ബാറുകളുടെ എണ്ണവും പ്രവർത്തന സമയവും കുറയ്ക്കുമോ എന്നതിൽ ആകാംക്ഷ. എലപ്പുള്ളി മദ്യനിർമ്മാണശാലയുടെ അനുമതി റദ്ദാക്കാനും ആലോചനയുണ്ട്. തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം മദ്യനയത്തിൽ പ്രാഥമിക ചർച്ച നടത്തും. ഇടതു സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയവരായിരുന്നു UDF. ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച മദ്യനയത്തിനെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും UDF പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. മദ്യവർജനമെന്ന പ്രചാരണവും ഉയർത്തി ഭരണത്തിലേറിയ ഇടത് സർക്കാർ ഭരണം അവസാനിപ്പിച്ചപ്പോൾ സംസ്ഥാനത്ത് മദ്യമൊഴുക്കിയെന്നാണ് UDFന്റെ ആരോപണവും വിമർശനവും. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിൽ വന്നാൽ മദ്യനയത്തിൽ തന്നെയാകും ആദ്യം കൈവയ്ക്കുകയെന്ന സൂചനകളുണ്ടായിരുന്നു. തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ നടത്തും. ബാറുകളുടെ എണ്ണം കുറയ്ക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബാറുകളുടെ എണ്ണം കുറച്ച തീരുമാനം പാർട്ടിയിലും സർക്കാരിലും ഏറെ കോളിളക്കമുണ്ടാക്കിയിരുന്നു. ബാറുകളുടെ പ്രവർത്തന സമയം ചുരുക്കുന്നതും സർക്കാരിന്റെ ആലോചനയിലുണ്ട്. നിലവിൽ പകൽ 11 മണി മുതൽ രാത്രി 12 മണി വരെയാണ് പ്രവർത്തന സമയം. പാലക്കാട്ടെ എലപ്പുള്ളി മദ്യനിർമ്മാണശാലയ്ക്ക് ഇടതു സർക്കാർ അനുമതി നൽകിയത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ തീരുമാനമായിരുന്നു. CPI പോലും ഈ തീരുമാനത്തിനെതിരെ പരസ്യമായാണ് രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുടെ അനുമതി റദ്ദാക്കാൻ UDF സർക്കാർ തീരുമാനിച്ചേക്കും. തിങ്കളാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് ലിറ്ററിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. ഇന്ത്യയിൽ മതിയായ അളവിൽ ഇന്ധനമുണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും വർധന. 10 ദിവസത്തിനിടെ ഇത് 3-ാം തവണയാണ് ഇന്ധനവില കൂടുന്നത്. 4 രൂപ 81 പൈസയാണ് കൂടിയത്. ഈ മാസം 15-ന് 3 രൂപയും 19-ന് 90 പൈസയും വർദ്ധിച്ചിരുന്നു. തിരുവനന്തപുരത്ത് പെട്രോൾ വില 112 രൂപ 60 പൈസയായി. ഡീസൽ വില 101 രൂപയാണ്. കൊച്ചിയിൽ പെട്രോളിന് 110 രൂപ 60 പൈസയും ഡീസൽ വില 99 രൂപ 54 പൈസയുമാണ്. ഇറാൻ അമേരിക്ക യുദ്ധ സാഹചര്യം മൂലമുണ്ടായ പ്രതിസന്ധിയും പശ്ചിമേഷ്യയിലെ വിതരണ തടസ്സങ്ങളുമാണ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണം. ഇതോടെ എണ്ണ കമ്പനികൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ, സോണിയാഗാന്ധി തുടങ്ങിയ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി. ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ KPCC പുനഃസംഘടനയും ചർച്ചയായി. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും VD സതീശൻ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ VD സതീശൻ ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ആദ്യം KC വേണുഗോപാലിന്റെ വസതിയിലെത്തി ചർച്ച നടത്തിയ ശേഷമാണ് VD സതീശൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കാണുന്നത്. ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ KPCC പുനഃസംഘടന ഉൾപ്പെടെ സംഘടനാ വിഷയങ്ങളും ചർച്ച ചെയ്തു. തുടർന്ന് 10 ജൻപതിലെ വസതിയിലെത്തി സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരെ കണ്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ പിന്തുണയ്ക്കും മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനും അദ്ദേഹം ഹൈക്കമാൻഡിന് നന്ദി അറിയിച്ചു. MP-മാരായി കൊടിക്കുന്നിൽ സുരേഷ്, ഹൈബി ഈഡൻ തുടങ്ങിയവർ കേരള ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടു. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് VD സതീശൻ വീണ്ടും ഡൽഹിയിലെത്തും. അതേസമയം മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ VD സതീശന് കേരള ഹൌസിൽ മലയാളി വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും ജീവനക്കാരും ചേർന്ന് വൻ സ്വീകരണം നൽകിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ അവകാശവാദമൊന്നും ഉന്നയിച്ചിട്ടില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ഇത്തരം ചർച്ചകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനാകില്ലെന്നും മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയപ്പോൾ സ്വാഭാവികമായും കാണാൻ വന്നതാണെന്നും കേരള ഹൌസിൽ വെച്ച് VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. മുഖ്യമന്ത്രി ഡൽഹിയിൽ വന്നു. ഞാനും ഇന്നലെ ഡൽഹിയിൽ വന്നു. പാർലമെന്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വന്നു. ഇന്നലെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കണ്ടു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയോട് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടു. വൈകുന്നേരം ഞാൻ പോവുകയാണ്. ഒരു ക്ലെയിമും വെച്ചിട്ടില്ല. പാർലമെൻറ്റ് കമ്മിറ്റിക്ക് വന്നതാണ്. അത് ക്ലെയിം വയ്ക്കാനല്ല വന്നത്. ഒരു ക്ലെയിം അതിനെക്കുറിച്ചുള്ള ഒരു കാര്യത്തെക്കുറിച്ചും യാതൊരു വിവരവും എനിക്കില്ല. അത് നിങ്ങളോട് പറയാനും തക്ക ഒരു കാര്യവും എൻ്റെ കയ്യിലില്ല. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ വിഷു ബമ്പർ നറുക്കെടുത്തു. BB
135452 എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിനാണ് 12 കോടി രൂപയുടെ ബമ്പർ സമ്മാനം ലഭിച്ചത്. ഡി അനിൽ എന്ന ഏജന്റാണ് ടിക്കറ്റ് വിറ്റത്. കൊല്ലം കരുനാഗപ്പള്ളി ആനയുടെ സ്വദേശി പൊന്നനാണ് ബമ്പർ അടിച്ചത്. വിഷു ബമ്പർ ഭാഗ്യശ്രീയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ നമ്പർ VB135452. തിരുവനന്തപുരം ഗോർഖി ഭവനിൽ പകൽ 2-നാണ് നറുക്കെടുപ്പ് നടന്നത്. VA 616453, VB 327020, VC 348224, VD 252972, VE 649598, VG 367998 എന്നീ നമ്പറുകൾക്കാണ് രണ്ടാം സമ്മാനമുള്ളത്. 1 കോടി വീതം 6 സീരീസുകൾക്കാണ് രണ്ടാം സമ്മാനം ലഭിക്കുക. ടിക്കറ്റ് വിൽപ്പനയിലും ഇത്തവണ റെക്കോർഡ് നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും ഇത്തവണ ഏജന്റുമാർ വിറ്റഴിച്ചു. കഴിഞ്ഞ വർഷം 42,87,350 വിഷു ബമ്പർ ടിക്കറ്റുകളാണ് വിറ്റത്. പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലാണ് ഏറ്റവും അധികം ടിക്കറ്റ് വിൽപ്പന നടന്നത്. ബമ്പർ പതിവായി അടിക്കുന്ന പാലക്കാട് തന്നെയാണ് കൂടുതൽ വിൽപ്പന. 11,58,480 ടിക്കറ്റുകൾ പാലക്കാട് മാത്രം വിറ്റു. തൃശൂരിൽ 5,10,820 ടിക്കറ്റും തിരുവനന്തപുരത്ത് 4,21,380 ടിക്കറ്റുകളും വിറ്റു. 300 രൂപയായിരുന്നു ഒരു ടിക്കറ്റിന്റെ വില. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അൻസിബയുടെ ആരോപണങ്ങൾ തള്ളി ടിനി ടോം. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് ടിനി ടോം പറഞ്ഞു. അൻസിബ സഹോദരിയെ പോലെയാണ്, എവിടെയും മതവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും നടത്തിയിട്ടില്ലെന്നും ടിനി ടോം വ്യക്തമാക്കി. അതേസമയം ടിനി ടോമിന് പിന്തുണയുമായി നടി പ്രിയങ്ക രംഗത്ത് വന്നു. ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് ശരിയല്ല എന്നും അമ്മയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അമ്മയിൽ തീർക്കണമെന്നും നടി പ്രിയങ്ക പറഞ്ഞു. പൊതുമധ്യത്തിൽ പറയരുതെന്നും സംഘടനയെ ബഹുമാനിക്കണമെന്നും ഇന്ന് ടിനിയാണെങ്കിൽ നാളെ ഞങ്ങളായിരിക്കുമെന്നും പ്രിയങ്ക പറഞ്ഞു. ഞാൻ സ്റ്റേജ് ഇവന്റ്സ് നോക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ചീത്ത അല്ലാതെ പേഴ്സണലി വിളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നു, വേറെ ആൾ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്ക് എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി, എൻ്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാ. ഇപ്പൊ ഇവിടെ വരുന്നവരെല്ലാം എൻ്റെ അടുത്തുള്ള കറുകപ്പള്ളിയിൽ എൻ്റെ സുഹൃത്തുക്കളാണ്. അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ തീർക്കാവുന്ന അമ്മയെ തീർക്കണം. ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിലും പോയി പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾ അതൊന്നും പറയാൻ തീരുമാനിച്ച ആൾക്കാരല്ല. ടിനിയെക്കുറിച്ച്, ടിനി എൻ്റെ ഒരു സഹപ്രവർത്തകനാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടെ ഒരു സഹപ്രവർത്തകനാണ്. ഒരുപാട് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു അംശം പോലും ടിനിയുടെ അടുത്ത് ഞങ്ങൾക്കൊരു വൃത്തികേടായിട്ടോ സംസാര രീതിയിലോ ഉണ്ടായിട്ടില്ല. പിന്നെ 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും ലോക നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് നിൽക്കുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. 26-ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും മാർക്കോ റൂബിയോ പങ്കെടുക്കും. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും പവർ ഫെയില്യുവർ എന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി വിതരണത്തിലെ തടസ്സം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഉള്ളത്. മലബാറിലെ വോൾട്ടേജ് ഉൾപ്പെടെ പരിഹരിക്കും. പുതിയ KPCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു. ഇല്ല, പവർ കട്ടില്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടി ആ ഒരു പ്രയാസം ഉണ്ടാകും. അതിനുള്ള ആളുകൾ സഹകരിക്കും. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പവർ കട്ടല്ല, പവർ ഫെയിലിയർ ഉണ്ടാകുന്നു. കേരളത്തിലെ പരാജയം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ CPM കേന്ദ്ര കമ്മിറ്റിയിൽ ഇന്നും ചർച്ച തുടരുന്നു. കണ്ണൂർ ഉൾപ്പെടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും തോൽവി നേരിടാൻ കാരണം CPM അണികളുടെ അസംതൃപ്തിയാണെന്ന് യോഗം വിലയിരുത്തി. പാർട്ടി അണികൾ തിരുത്തിയതാണെന്നും ചില മുതിർന്ന നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. വിമതർ ആസൂത്രിത നീക്കം നടത്തിയെന്നാണ് സംസ്ഥാന ഘടകം കേന്ദ്ര കമ്മിറ്റിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ട്. അതേസമയം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള നിർദ്ദേശത്തെ ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് അംഗീകാരം നൽകിയതെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി റിപ്പോർട്ട് ചെയ്തു. പുനരന്വേഷണങ്ങളെ ഭയക്കുന്ന പാർട്ടിയല്ല CPM എന്ന EP ജയരാജൻ. വിമർശനങ്ങൾ പാർട്ടി ഘടകങ്ങൾ ചർച്ച ചെയ്യും. ജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയും. കേരളിനൊപ്പം മറ്റ് വികസന പദ്ധതികളും റദ്ദാക്കരുത് എന്നാണ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളതെന്നും EP ഡൽഹിയിൽ പറഞ്ഞു. വിമർശനം, സ്വയം വിമർശനം
തെറ്റുകൾ കണ്ടെത്തൽ, തിരുത്തൽ, ശരിയായ നില സ്വീകരിക്കൽ, അത് ഞങ്ങളുടെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അത് ഇന്നല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, ഓരോ സംസ്ഥാനത്തിലെ പാർട്ടിയൊക്കെ സ്വീകരിക്കുന്നൊരു പൊതു നിലപാടാണത്. ഇതിപ്പോൾ ഒരു പുതിയ സംഭവമായിട്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ധരിച്ചിട്ടുണ്ടാകുക. അല്ല, ഇത് പാർട്ടിയുടെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ദയവ് ചെയ്ത് ആ വിഴിഞ്ഞം പോർട്ട് ഉപേക്ഷിക്കരുത്, ആ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിക്കരുത്, ആ വയനാട് തുരങ്കം ഉപേക്ഷിക്കരുത്, നാഷണൽ ഹൈവേ 66 ഉപേക്ഷിക്കരുത്. അതാ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു ഗവൺമെൻറ്റിന് പല അധികാരമുണ്ട്, ഉപേക്ഷിക്കരുത്. ഒരു ഗവൺമെൻറ്റിന് പല അധികാരമുണ്ട്. അവർ നിലപാട് സ്വീകരിക്കുന്നു, ജനം വിധി എഴുതട്ടെ, ജനം തീരുമാനിക്കട്ടെ, ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാം. ലൈഫ് പദ്ധതി നിർത്തലാക്കാനാണ് നീക്കമെങ്കിൽ ശക്തമായി എതിർക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിരവധി കുടുംബങ്ങൾക്ക് വീട് നൽകുന്ന പദ്ധതിയാണ്. വിമർശനങ്ങളെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ വളരെ ഗൗരവപൂർവ്വം അതൊക്കെ പരിശോധിച്ച് ഞങ്ങൾ റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കി പാർട്ടിയിലുടനീളവും ജനങ്ങളോട് പറയേണ്ടത് നിങ്ങളോട്, മാധ്യമങ്ങളോടും ഞങ്ങൾ പിന്നീട് 8-ാം തീയതി പറയും. കേന്ദ്ര കമ്മിറ്റിയിലുള്ള വിമർശനങ്ങൾ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ലൈഫ് പദ്ധതി കേരളത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടി ഇന്നലെ രാവിലെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മന്ത്രി പ്രഖ്യാപിക്കേണ്ട 5,364,000 പേർക്ക് ഇതിനകം തന്നെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് നൽകിയതാണ്. 1,03,600 വരുന്ന ആളുടെ വീട് പണി അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നൽകും. രത്തൻ ഖേൽക്കറിന്റെ നിയമനം ഗൗരവമുള്ള പ്രശ്നമാണെന്ന് P. രാജീവ്. കൂളിംഗ് പീരീഡ് പോലും പാലിക്കാതെയാണ് നിയമനമെന്നും ബംഗാളി വിഷയത്തിൽ രാഹുൽ ഗാന്ധി എതിർക്കുമ്പോഴാണ് കേരളത്തിൽ നിയമനം നടക്കുന്നത്. വലിയ കൊള്ളയ്ക്ക് വലിയ പ്രതിഫലം എന്നാണ് രാഹുൽ ഗാന്ധി ബംഗാളിലെ നിയമനത്തെ വിശേഷിപ്പിച്ചത്. കേരളത്തിലും ഇതേ നിലപാടാണോ ഉള്ളത്? കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവും രാഹുൽ ഗാന്ധിയും നിലപാട് വ്യക്തമാക്കണമെന്നും P. രാജീവ് ആവശ്യപ്പെട്ടു. അത് ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. കാരണം കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു കഴിഞ്ഞപ്പോഴാണ് വലിയ കൊള്ളയ്ക്ക് വലിയ പ്രതിഫലം എന്ന് പറയുകയുണ്ടായി. അതേ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ സെക്രട്ടറിയായി തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനെ നിയമിച്ചിരിക്കുകയാണ്. സാധാരണ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു കൂളിംഗ് പീരീഡ് എങ്കിലും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനായി നേരത്തെ IAS-കാരനായ ഒരാളെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയിലേക്ക്, കമ്മീഷൻ ചുമതലയിലേക്ക് മാറുമ്പോൾ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടാറുണ്ട് മറ്റെല്ലാ ചുമതലകളും ഒഴിവാക്കണം. അങ്ങനെ എല്ലാ ചുമതലകളും ഒഴിവാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ഒരാളെ വയ്ക്കുന്നത്. അങ്ങനെ വയ്ക്കുന്ന ഒരാളെ പെട്ടെന്ന് ഗൺമാൻ ആക്രമിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചനയ്ക്കായി FIR രജിസ്റ്റർ ചെയ്യണമെന്ന് AD തോമസ് MLA. ADGPയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു. തങ്ങളെ മർദ്ദിച്ച പോലീസുകാരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണം. ഇക്കാര്യങ്ങൾ കൂടി ക്രൈംബ്രാഞ്ച് സംഘത്തോട് ആവശ്യപ്പെടുമെന്നും AD തോമസ് പറഞ്ഞു. SITയുടെ അന്വേഷണ റിപ്പോർട്ട് 2-3 ദിവസത്തിനുള്ളിൽ നൽകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കുറ്റകൃത്യം ചെയ്ത ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ തന്നെ സന്ദീപ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി സ്വാഭാവികമായി വരും. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ ഒരു കാര്യമാണ് ക്രൈംബ്രാഞ്ച് DYSPയുടെ റിപ്പോർട്ട്. അത് വിളിച്ചു വരുത്തി ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അത് തിരുത്താൻ നിർബന്ധിക്കുകയും അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെതിരെ കൂടിയുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ്. ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. ആദ്യ റിപ്പോർട്ട് തിരുത്താൻ MR അജിത് കുമാർ ഇടപെട്ടു. നിലവിലെ SITയുടേതുപോലെ അന്വേഷണം എന്തുകൊണ്ട് ആദ്യമുണ്ടായില്ല എന്നും അദ്ദേഹം ചോദിച്ചു. ഈ പറയുന്ന വിഷ്വൽസ് ലോകം മുഴുവൻ കണ്ടൊരു വിഷ്വൽസാണ്. ഇതിൽ കൃത്യമായി അനിൽകുമാറിൻ്റെയും സന്ദീപിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ കാണിച്ചത് അവരുടെ ഡ്യൂട്ടി അല്ല എന്ന് ഞങ്ങൾ ആദ്യം മുതൽക്കേ പറയുന്നൊരു കാര്യമാണ്. ഇവർ ഈ വിഷയത്തിൽ ഒരു തിരുത്ത് നടത്തി, അല്ലെങ്കിൽ ഇവർ സുതാര്യമായ ഒരു അന്വേഷണം നടത്താതിരുന്നതിൻ്റെ കാരണം മുകളിൽ നിന്നുള്ള ഇടപെടൽ തന്നെയാണ്. അതിൽ ആദ്യം മുതൽക്കേ ഈ ചൈത്ര മാഡം ഒരു പോസിറ്റീവായ റിപ്പോർട്ട് കൊടുത്തു എന്നൊരു പരക്കെയൊരു വാർത്തകൾ ഇവിടെ ഈ ആലപ്പുഴ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു.
ഇതിൽ ഇടപെടൽ നടത്തിയത് എം ആർ അജിത് കുമാർ ആണെന്ന് ഞാനും ഈ വാർത്തയിൽ വരുമ്പോഴാണ് കഴിഞ്ഞ ദിവസം പറയുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത്. അറിയാൻ സാധിച്ചത് തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞതോടെ നഗരവാസികൾ മണിക്കൂറുകളോളം പരിഭ്രാന്തിയിലായി. കൊല്ലത്ത് നിന്നുള്ള ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. നഗരപരിസരത്തുള്ള വീടുകളിലെ ഗേറ്റുകളും വാഹനങ്ങളും തച്ചുടച്ച ആന ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു. നഗരത്തിലെ ക്ഷേത്രങ്ങളിൽ വഴിപാടിനെത്തിച്ച കൊമ്പൻ രാവിലെ 8:30 തെക്കേ ഗോപുരനടയുടെ പരിസരത്താണ് ഇടഞ്ഞത്. നഗരത്തിലൂടെ ഭീതി പടർത്തി ആന നടന്നു നീങ്ങി. കണ്ണിൽ കണ്ട വാഹനങ്ങളെല്ലാം അടിച്ചു പൊളിച്ചു. വീടുകളുടെ ഗേറ്റുകളും മതിലുകളും തകർത്തു. പല വീടുകളിലെയും ഷീറ്റുകളും പറിച്ചെറിഞ്ഞു. സൺഷെയ്ഡുകൾ പൊളിച്ചു. ആനയുടെ മുന്നിൽപ്പെട്ട നാട്ടുകാർ ഭയന്നോടി. കാറിൽ സഞ്ചരിക്കവേ ആനയ്ക്ക് മുന്നിൽപ്പെട്ട സംഗീത എന്ന സ്ത്രീ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ചെമ്പുക്കാവും പെരിങ്ങോട്ടുകരയും കടന്ന MG നഗറിലെത്തിയ ആന വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. വടം കെട്ടിയും കയറുപയോഗിച്ചും ആനയെ തളയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. പഴങ്ങളും തണുത്ത വെള്ളവും നൽകിയാണ് ആനയെ ശാന്തനാക്കിയത്. മന്ത്രി OJ ജനീഷ്, തൃശൂർ MLA രാജൻ പല്ലൻ, മേയർ നിജി ജസ്റ്റിൻ തുടങ്ങിയ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. നാശനഷ്ടങ്ങൾ സംഭവിച്ചവരുടെ കണക്കെടുത്ത നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. ശാന്തനായിട്ടും മണിക്കൂറുകൾക്ക് ശേഷമാണ് ആനയെ ലോറിയിൽ കയറ്റാനായത്. ആനയുടെ മുഖത്തും തുമ്പിക്കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. വിദഗ്ധ ചികിത്സ നൽകിയതിനു ശേഷമാകും ആനയെ ഉടമയ്ക്ക് കൈമാറുക. സംഭവത്തിൽ ആളപായമില്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. അമൃത ന്യൂസ്, തൃശൂർ. എറണാകുളം മലയിടം തുരുത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ പ്രശ്നത്തിൽ താൽക്കാലിക ആശ്വാസം. ഇന്ന് അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തിയില്ല. കുടിയൊഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കാൻ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി ഇന്നുവരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത്. ഭൂമി വിഷയത്തിൽ തിങ്കളാഴ്ച സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. മലയിടം തുരുത്ത് പാര്യത്തുകാവിലെ കുടിയൊഴിപ്പിക്കൽ ഇന്ന് പൂർത്തിയാക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ മുനിസിഫ് കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അഭിഭാഷക കമ്മീഷൻ ഇന്ന് എത്തിയില്ല. കമ്മീഷൻ എത്തിയാൽ തടയാനായിരുന്നു ഡിവൈഎഫ്ഐയുടെ നീക്കം. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലയിടം തുരുത്തിൽ ഇന്ന് പ്രതിഷേധം നടന്നിരുന്നു. വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. അല്ല, സർക്കാരിൻ്റെ അകത്ത് ഇടപെടണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. കഴിഞ്ഞ സർക്കാരിനോടും ഞങ്ങൾ ആവശ്യപ്പെട്ടത് സർക്കാർ ഇടപെടണമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വമുള്ള സർക്കാർ അതിൽ ഇടപെടാൻ സന്നദ്ധമായി. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ചൊരു ഡിമാൻഡ്, വീട്ടുകാരെല്ലാവരും ഇവിടുത്തെ 19 ഏക്കർ റവന്യൂ ഭൂമിയുണ്ട്, അത് അളന്ന് തിട്ടപ്പെടുത്തണം. അളന്ന് തിട്ടപ്പെടുത്തിയാൽ ഈ റീസർവേ 80കളിൽ വന്ന കാര്യങ്ങൾക്കകത്തുള്ള കാര്യങ്ങളുടെ തെറ്റ് മനസ്സിലാക്കപ്പെടാൻ കഴിയും. അതോടുകൂടി ഈ കേസിനകത്ത് സർക്കാരിന് എൻട്രി ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള കേസായിട്ട് നിൽക്കുമ്പോൾ സർക്കാരിന് എൻട്രി ചെയ്യാൻ പറ്റും. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ സമവായ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇന്നലെ മന്ത്രി ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തി. ഭൂമി തർക്കത്തിൽ പാര്യത്തുകാവിലെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകും. കേസിൽ വിധി വരുന്നതുവരെ കുടിയൊഴിപ്പിക്കൽ നടപടി തടയണമെന്നും സർക്കാർ ആവശ്യപ്പെടും. അമൃത ന്യൂസ്, കൊച്ചി. മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ കോടതിയോട് സാവകാശം ചോദിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി KA തുളസി. കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ആളുകളെ പുനരധിവസിപ്പിക്കും. ഇടതുപക്ഷം തെറ്റിദ്ധാരണ പരത്തുന്നു. കുടിയൊഴിപ്പിക്കൽ പുതിയ സർക്കാരിന്റെ നടപടിയാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും അവർ പറഞ്ഞു. അതിപ്പോൾ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാവകാശം ചോദിച്ചിട്ടുണ്ട്. പിന്നെ പൊതുജനങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, പല ആളുകളും അത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി അത് സർക്കാർ വന്ന് അധികാരമേറ്റ ഉടനെ ജനദ്രോഹപരമായിട്ടുള്ള ഒരു നടപടി എടുക്കുകയാണ് എന്നുള്ള തരത്തിൽ പല കോണുകളിൽ നിന്നും അഭിപ്രായം വരുന്നുണ്ട്. അത് വാസ്തവവിരുദ്ധമാണ്. ഇത് സർക്കാരിന്റെ നടപടിയല്ല, കോടതിയുടെ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിയാണ്. അത് സർക്കാരിന് അടിയന്തരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ ജനങ്ങളോടുള്ള ആ പെരുമാറ്റം അത് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ട് ആഭ്യന്തര വകുപ്പും സർക്കാരും ഇടപെട്ട് അത് നിർത്തിവെക്കുകയുണ്ടായി. പിന്നീട് കോടതിയിലേക്കാണ് പോയത് സാവകാശം ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതെല്ലാം വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ 2 റൗണ്ട് ചർച്ചകൾ, ഒന്ന് തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ വെച്ചും രണ്ടാമത്തേത് എറണാകുളം കളക്ട്രേറ്റിൽ വെച്ചും ഇതിന് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുമായിട്ട് ചർച്ച നടത്തുകയുണ്ടായി. വീണ്ടും കൂടിയാലോചനകൾ നടത്തി അതിന് വേണ്ട സത്വരമായിട്ടുള്ള നടപടികൾ എടുക്കും. വകുപ്പിന് ചെയ്യാനുള്ളത് ഇതാണ്. കോടതി ഉത്തരവ് വളരെ ദൃഢമായിട്ട് നിലനിൽക്കുകയാണ് എങ്കിൽ
നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആളുകളെ ഏറ്റവും അടിയന്തരമായിട്ട് പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള നടപടി ആയിരിക്കില്ല. അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് കൂടിയാലോചിച്ച് മാത്രമേ ഗവൺമെന്റ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ലാതെ സംസ്ഥാന സർക്കാർ. ഒപ്പുവെച്ച കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിയില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കുമോ എന്ന കാര്യത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി പക്ഷേ കരാറിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ നിയമവശം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് MOU ഒപ്പിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി അതിൽ നിന്ന് ഒരു കക്ഷിക്ക് പിൻവാങ്ങാൻ കഴിയുമോ, അതിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്ന് പരിശോധിക്കണം. ഞങ്ങളുടെ നിലപാടിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച ചില സ്ഥിതിവിശേഷമുണ്ട്. മന്ത്രി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു നിലപാട് മാത്രമല്ല അതിൽ വരേണ്ടത്. അത് ഞങ്ങൾ ആലോചിച്ച് UDF അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം വൈകാതെ ഉണ്ടാവും. UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ PM ശ്രീ പദ്ധതിയെ ശക്തമായി എതിർത്തിരുന്നു. കേന്ദ്രത്തിന്റെ നയങ്ങൾ സംസ്ഥാന വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതും കാവ്യവൽക്കരിക്കുന്നതാണെന്നുമായിരുന്നു അന്നത്തെ UDF നിലപാട്. എന്നാൽ അധികാരത്തിലെത്തിയതോടെ പദ്ധതി പൂർണ്ണമായി തള്ളിക്കളയാൻ സർക്കാരിനാകുന്നില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ ഫണ്ടുകൾ തടസ്സപ്പെടുമോ എന്ന ആശങ്കയും സാങ്കേതിക തടസ്സങ്ങളുമാണ് സർക്കാരിനെ വലയ്ക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കരാർ ചൂണ്ടിക്കാട്ടി തടിയൂരാൻ ശ്രമിക്കുമ്പോഴും പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കാത്തത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കും. അമൃത ന്യൂസ്, മലപ്പുറം. പുതിയ ലേബർ കോഡ് വലിയ വെല്ലുവിളി എന്ന തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. ലേബർ കോഡുകൾ നടപ്പാക്കലിന്റെ ഘട്ടത്തിലാണ്. കേരളത്തിൽ നല്ലൊരു തൊഴിൽ സംസ്കാരത്തിന് പ്രാധാന്യം നൽകും. ചെറുപ്പക്കാർക്ക് പരമാവധി തൊഴിൽ നൽകാൻ സംരംഭങ്ങൾ ആവിഷ്കരിക്കുമെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. പ്ലാന്റേഷനിലെ ലയങ്ങളിലെ തൊഴിലാളികൾ, അത് ഇടുക്കിയിലായാലും ഇവിടെ നമ്മുടെ നാട്ടിലായാലും ഒക്കെ തന്നെ അവിടെയൊക്കെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ശോചനീയ അവസ്ഥയിലാണ് അവിടെയൊക്കെ തൊഴിലാളികൾ താമസിക്കുന്നത്. അത്തരം കാര്യങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഇമ്മീഡിയറ്റ് ആക്ഷനോടുകൂടി ചെയ്യണം. അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അവരുടെയൊക്കെ താമസ സ്ഥലവും അവരുടെയൊക്കെ മറ്റെല്ലാ ഭൗതിക സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ മേഖലയും തൊഴിൽ വകുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു നല്ല തൊഴിൽ സംസ്കാരം, അതിന് പ്രാധാന്യം കൊടുക്കും. ഒരു ഭാഗത്ത് തൊഴിൽ സംസ്കാരത്തിന് പ്രാധാന്യം, അതേസമയം തന്നെ വിമുഖം എന്നുള്ള നിലയിൽ തൊഴിലാളികളുടെ ഉന്നമനം, സുരക്ഷിതത്വം, ജോലി സുരക്ഷയും അല്ലാതെയുള്ള സുരക്ഷയും ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം തൊഴിലിലെ വൈവിധ്യങ്ങൾ, കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുക, ലോകമെമ്പാടും എല്ലാ മിൽമ പാലിന്റെ വില കൂട്ടിയത് കഴിഞ്ഞ സർക്കാരാണെന്നും വില വർധന തന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചുവെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. ക്ഷീരമേഖല പ്രതിസന്ധിയിലാണ്. പാൽ ഉൽപാദനം കൂട്ടാനുള്ള നടപടികളുണ്ടാകും. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് ആണ് ഈ സർക്കാരിന്റെ നയമെന്നും അവർ വ്യക്തമാക്കി. ക്ഷീര വികസന വകുപ്പും അതിന്റെ യൂണിവേഴ്സിറ്റിയും അടക്കമുള്ള കുറെ ആ വകുപ്പിൽ വരുന്ന മലയാളികൾക്ക് മറ്റെന്തിനേക്കാൾ പ്രിയപ്പെട്ടതാണ് മിൽമ. കേരളം കണികണ്ടു വരുന്ന നന്മയാണ്. അത് നല്ല രീതിയിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. പുറത്തുനിന്നും പാലൊക്കെ വരുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്നതിൽ പലപ്പോഴും നമ്മൾ പത്രവാർത്തകളിലൂടെ അറിഞ്ഞിട്ടുള്ളത് എന്താ പറയാ, വിഷാംശങ്ങൾ അടക്കമുള്ള പാലുകൾ അടക്കമുള്ള അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും നമ്മുടെ നാട്ടിൽ ഉൽപാദനം കൂട്ടുന്നതിന് തടസ്സമായിട്ടുള്ളത് ശരിക്കും നമുക്കറിയാം, കാലിത്തീറ്റയുടെ വിലവർധന അടക്കമുള്ള കാര്യങ്ങളാണ്. ഇപ്പോ ഒരു അത്ഭുതം, മീൻസ് എന്താ പറയുക, ഒരു കോൺസിഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വകുപ്പ് കിട്ടി ഗസറ്റ് വരുന്നതിന് തൊട്ടു മുമ്പുള്ള മിനിറ്റുകളിലാണ് പാൽവില കൂട്ടി എന്ന് പറഞ്ഞ് വാർത്ത വരുന്നത്. ഈ ചില വിദ്വാൻമാരൊക്കെ അത് പുതിയ മന്ത്രിസഭ അതേ പാല് വില കൂട്ടി എന്നും പറഞ്ഞ് കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത്. അതെല്ലാം നമുക്കറിയാം. പക്ഷെ എങ്കിലും ട്വിസ്റ്റിന് ശ്രമിച്ച് എന്തായാലും മലയാളികൾക്ക് കാര്യങ്ങളൊക്കെ നേരിട്ട് ബോധ്യമുള്ളതായതുകൊണ്ട് ഞാൻ നഗരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിലെ കെട്ടിടങ്ങളിൽ കച്ചവടക്കാർ നേരിടുന്ന ചൂഷണത്തിനെതിരെ നടപടിയുമായി കോർപ്പറേഷൻ. മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പാളയം മാർക്കറ്റ്, മ്യൂസിയം പരിസരം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സ്മാർട്ട് സിറ്റി പദ്ധതി വഴി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ അപര്യാപ്തതയും സംഘം വിലയിരുത്തി.
നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള അനധികൃത നിർമ്മാണം ഉൾപ്പെടെ പാളയം മാർക്കറ്റിൻ്റെ ദുസ്ഥിതി ഉൾപ്പെടെ മേയർ നേരിട്ടെത്തി പരിശോധിക്കുകയാണ്. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് അദ്ദേഹത്തിനൊപ്പം ഉള്ളത്. എന്താണ് പാളയം മാർക്കറ്റാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. അത് അവിടേക്ക് എത്തി കണ്ടതിന് ശേഷം എന്താണ് പറയാൻ? നമ്മുടെ തിരുവനന്തപുരത്ത് നല്ല കേരളത്തിലെ ഏറ്റവും പുരാതനമായ മാർക്കറ്റാണ് പാളയം മാർക്കറ്റ്, കണിവറ മാർക്കറ്റ്. അപ്പോൾ അവിടെ സ്മാർട്ട് സിറ്റി പദ്ധതി വന്നപ്പോഴേക്കും അതിൽ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്, കുറച്ച് മോഡേണൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എല്ലാം അശാസ്ത്രീയമായിരുന്നു എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ മത്സ്യമൊക്കെ വാങ്ങാൻ വരുന്നവരും പറയുന്നത് അങ്ങനെയുള്ള അഭിപ്രായമാണ്. അവിടെ അനധികൃത പണപ്പിരി ഒരുപാട് നടക്കുന്നുള്ള വിവരം കിട്ടി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നോട്ടീസ് കൊടുത്ത് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് സ്മാർട്ട് സിറ്റിയുടെ ഉദ്യോഗസ്ഥരുൾപ്പെടെ കോർപ്പറേഷൻ്റെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരുൾപ്പെടെ ഞങ്ങളുടെ സ്ഥലം വിസിറ്റ് ചെയ്തു. അവിടെ അനാവശ്യമായിട്ട് അശാസ്ത്രീയമായിട്ട് നിയമവിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ കോർപ്പറേഷൻ ശക്തമായിട്ട് ഇടപെടും. എന്താണ് പെട്ടെന്നൊരു ഇപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നതാണോ? ഒപ്പം തന്നെയാണ് ഇപ്പോൾ മ്യൂസിയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ അനധികൃത നിർമ്മാണം അത് സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത്. സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനി ഇടപെടേണ്ടതായിട്ടുണ്ട്. കാര്യം പലതും അശാസ്ത്രീയമാണെന്നുള്ള ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു റൂമിലിരുന്ന് ഇക്കാര്യങ്ങൾ സ്ക്രീനിൽ കണ്ട് ചർച്ച ചെയ്യുന്നതിന് പകരം ഫീൽഡിൽ വന്ന് എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് കണ്ട് അവിടുത്തെ കൗൺസിൽ, ഇപ്പോൾ ഇവിടുത്തെ നന്നങ്കോട് വാർഡ് കൗൺസിലറാണ് എന്നോടൊപ്പം ഉള്ളത്, അവരോടൊക്കെ തന്നെ അഭിപ്രായം ചോദിച്ച് അവിടുത്തെ ജനങ്ങളോടൊക്കെ ചോദിച്ചിട്ട് ആവശ്യമായ തിരുത്തൽ വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഫീൽഡ് വിസിറ്റ് നടത്തുന്നത്. പാളയത്തെ മാർക്കറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളമാണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇനിയുള്ള കാര്യങ്ങൾ? ഞങ്ങൾ പലതും കോൺട്രാക്റ്റൊക്കെ ആയിപ്പോയി, എഗ്രിമെൻ്റ് ആയിപ്പോയി, DPR ആയിപ്പോയി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ കൂടുതൽ ഇപ്പോൾ കിട്ടിയ അനുഭവത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ, അഭിപ്രായങ്ങളുടെ വെളിച്ചത്തിൽ കൂടുതൽ ചർച്ച ചെയ്തിട്ട് മുമ്പ് പുനർനിർമ്മാണമാണോ? അല്ല, അത്തരത്തിൽ അതൊക്കെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്താലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയി, എല്ലാവർക്കും അവിടുത്തെ പൾസ് മനസ്സിലായി. ഇനി ഒരുമിച്ച് ഇരുന്നതിന് ശേഷം മീറ്റിങ്ങുകൾ തീരുമാനിക്കുകയും ചെയ്യുന്നു. തന്നെയാണ് ഇവിടെ എത്തി ആളുകളുമായി നേരിൽ കണ്ട് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ എന്തൊക്കെ പ്രായോഗികമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി നോക്കുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പലതും നിർമ്മിച്ചിട്ടുള്ളത്. ആ ഫണ്ടുകളിലടക്കം തിരിമറി ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഉൾപ്പെടെ പരിശോധന നടത്തുകയും ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം കൂടിയാണ്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധനയ്ക്കിടെ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. ഈരാറ്റുപേട്ട നഗരസഭ പരിധിയിലെ ഹോട്ടലുകളിലും മറ്റ് ഭക്ഷ്യസാധന വിൽപ്പന കേന്ദ്രങ്ങളിലുമാണ് മിന്നൽ പരിശോധന നടന്നത്. പല സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ കണ്ടെത്തിയതിനൊപ്പം വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ക്രമക്കേടുകൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുമെന്നും പിഴ ഈടാക്കുമെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം സൂപ്രണ്ട് ടി രാജൻ വ്യക്തമാക്കി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തെക്കൻ അറബിക്കടലിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിക്ക് പുറമെ മധ്യകിഴക്കൻ അറബിക്കടലിന് സമീപത്തായി മറ്റൊരു ചക്രവാത ചുഴിയും കേരള തെക്കൻ തമിഴ്നാട് തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദപാതയും രൂപപ്പെട്ടിട്ടുണ്ട്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. ഈ മാസം 26 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ 90ആയി. ഷാൻസി പ്രവിശ്യയിലെ ലിയു ഷെൻയു ഖനിയിലാണ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 150ഓളം പേരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഭൂമിക്കടിയിൽ കാർബൺ മോണോക്സൈഡ് വാതകം നിറഞ്ഞതും ഉയർന്ന താപനിലയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. രാജ്യത്തെ പ്രധാന കൽക്കരി ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഷാൻസിയിലേത്. ഖനിക്കുള്ളിൽ മാരക വിഷവാതകമായ കാർബൺ മോണോക്സൈഡിന്റെ അളവ് പരിധിയിലധികം ഉയർന്നതാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് സൂചന. കൊല്ലം കൊട്ടാരക്കരയിൽ മൈലത്ത് കാർ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാനിൽ ഇടിച്ചു കയറി അപകടം. 5 പേർക്ക് പരിക്ക്. കാറിലുണ്ടായിരുന്ന ആയൂർ തേവന്നൂർ സ്വദേശികളായ സജിന, ഹാഷിം, ഷിഭാൻ, ഹസിം, അനസ് എന്നിവർക്ക് പരിക്ക് പറ്റി. ഇവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്ക് ഗുരുതരമായ ഷാമിനെ കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും ആയൂർ ഭാഗത്തേക്ക് കാറിൽ വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന ഓൾട്ടോ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആലപ്പുഴ ചേർത്തലയിൽ പുതിയ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഹോം ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റംസ് എന്നിവ ലഭിക്കുന്ന ഈ ഷോറൂം പ്രശസ്ത സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തലയിൽ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന മൈജി ഷോറൂമിന് പുറമെയാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാത്തരം അപ്ലയൻസസ് കൂടി ലഭ്യമാകുന്ന വലിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. ചേർത്തല SC റോഡിൽ
BSNL സമീപമാണ് പുതിയ ഷോറൂം. ചേർത്തലയിൽ മൈജി ഫ്യൂച്ചർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. മൈജിയായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി എത്തുന്നു എന്നുള്ളൊരു ഫീലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ വരുന്ന സമയം തൊട്ടേ മൈജിയായിട്ടുള്ളൊരു അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളം മാത്രമല്ല ഇന്ത്യ ഉടനീളം 150-ൽ പരം ഷോറൂമുകളുമായിട്ട് കുതിച്ച് യാത്ര ചെയ്യുകയാണ് മൈജി. ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. ആൻഡ് ഇപ്പം ഇന്നത്തെ ഷോറൂം വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, ഇവിടെ എല്ലാത്തരം സ്മാർട്ട് ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, കിച്ചൺ ആൻഡ് ഇലക്ട്രോണിക് അപ്ലയൻസസ് ആൻഡ് ക്രോക്കറീസ്, അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാത്തരം പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഏറ്റവും വിലക്കുറവിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മൈജിയുടെ ഒരു എയിം. മൈജി ഫ്യൂച്ചർ ഏറ്റവും വലിയ ഫ്യൂച്ചർ എന്ന ചേർത്തലയ്ക്ക് നമ്മുടെ പ്രിയ താരം ഹണി റോസ് സമർപ്പിച്ചിരിക്കുകയാണ്. 2019 തന്നെ ഇവിടെ മൈജി ഉണ്ട്. ഡിജിറ്റൽ നമ്മൾക്ക് കസ്റ്റമേഴ്സിന് കൊടുത്ത ഏറ്റവും നല്ല സർവീസും സപ്പോർട്ടും തന്നെയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ഏറ്റവും വലിയൊരു മൈജി ഫ്യൂച്ചർ ഇന്നിവിടെ ഇനോഗ്രേഷൻ ചെയ്യപ്പെടുന്നത്. ഈ സ്റ്റോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കൊടുക്കാൻ തന്നെയാണ് ഈ സ്റ്റോറിൻ്റെ ഒരു വലിയൊരു ലക്ഷ്യം.